ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമിയുടെ മറ്റൊരു കിടിലം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കിഴൂറാണ്. രശ്മി ചേച്ചിയാണ് ഇന്ന് നമ്മളെ പണി കൊടുക്കാൻ വേണ്ടി കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. സോ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം അല്ലേ. ഹലോ, ഹായ് ചേച്ചി. ഹായ്, വെൽക്കം ടു ഫൺ ഫാലിമി. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതെ. ഞങ്ങള് പെട്ടെന്ന് കറങ്ങി തിരിഞ്ഞു പോരുന്നു വേഗം. അകത്ത് പോവാ. വരും. വെൽക്കം ടു ഫൺ ഫാലിമി. പരിപാടികൾ എന്തൊക്കെയാന്ന് ചേച്ചി എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ചേട്ടനായിരിക്കും കുറച്ച് കൂടുതൽ സന്തോഷം എന്നല്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഇത് രശ്മി ചേച്ചി. അപ്പൊ നമുക്ക് അവിടുന്ന് തുടങ്ങാം. എൻ്റെ പേര് സുധി. ഞാൻ ഒരു 10-20 വർഷമായിട്ട് ഗൾഫിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2.5 വർഷമായിട്ട് നാട്ടിലുണ്ട്. ഇവിടെ ഹൗസ് ഹോൾഡ് ബിസിനസ് ചെയ്യുന്നു. ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ 2.5 വർഷമായിട്ട് നാട്ടിലുണ്ട്. ഓക്കെ. ഞാൻ അശ്വതി. ഞാൻ +2 പഠിക്കണം. പഠിക്കണം. അശ്വതി കാണാൻ നല്ല ഭംഗിയുണ്ട്. ചേച്ചി ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഓക്കെ, അശ്വതി ഇവിടെ തന്നെയാണോ പഠിക്കുന്നത്? ഓക്കെ, ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു? +2 അല്ലേ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ വെക്കേഷൻ. അടുത്ത മാസം വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, വെക്കേഷൻ ആയിട്ട് എന്താ പരിപാടി? അമ്മയെ സഹായിക്കുവോ? അങ്ങനെ ചോദിച്ചാൽ ഇടയ്ക്കൊക്കെ. അമ്മയാണോ അച്ഛനെയാണോ കൂടുതൽ സഹായിക്കുന്നതും കമ്പനിയും? രണ്ടുപേരും. ആണോ? മാർക്കൊക്കെ കിട്ടിയ വഴക്ക് പറയാതെ കമ്പനി? മാർക്ക് കിട്ടിയ വഴക്ക് അങ്ങനത്തെ രണ്ടുപേരും ഒന്നും പറയത്തില്ല. കൂൾ പാരന്റ്സ് അല്ലേ? ഓക്കെ, അപ്പൊ രശ്മി ചേച്ചി എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫ് ആണോ ഓർ എന്തെങ്കിലും വേറെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഹൗസ് വൈഫ് ആണ് അല്ലേ? ഓക്കെ, അപ്പം എന്താണ് നിങ്ങളുടെ ഒരു 3 പേരുള്ള ഫാമിലി ആണല്ലോ? അതായത് ചേച്ചി ഉണ്ടോ? ഓ, ഇനി ഒരാളും കൂടെ ഉണ്ട്. ഞാൻ വിചാരിച്ച ഒറ്റ മോളായിരിക്കും. ചേച്ചി ദുബായിൽ വർക്ക് ചെയ്യാം. ഓക്കെ, ചേച്ചിയുടെ പേര് പറ. അനഘ. എന്തായിട്ട് ചേച്ചി വർക്ക് ചെയ്യുന്നത്? സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ ചേച്ചി എങ്ങനെയാ വരുന്നത്? ഇയർ ആണോ? ജസ്റ്റ് വന്നു പോയുള്ളൂ. ഒരു 3 months ബിഫോർ വന്നു പോയുള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടോ? അത് നിങ്ങൾ 4 പേരാണോ ഫാമിലി? അമ്മാമ്മയുണ്ട്. ഓക്കെ, അമ്മമ്മയുടെ പേരെന്താ? പരിമളം. ഓക്കെ, അപ്പൊ എന്തോ മലയാളം ടീച്ചറായിരുന്നു. അപ്പൊ ചേച്ചി നമ്മള് വന്നത് അറിയാലോ, പണി കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ പൊതുവെ എങ്ങനെയാ ചേട്ടൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? മെന്റാലിറ്റി ഉള്ള ആൾ തന്നെയാണ്. ചേച്ചിയുടെ പറച്ചിലിനകത്ത് തന്നെ പറയിപ്പിക്കുന്ന പോലെ ഉണ്ടല്ലോ. ശരിക്കും എനിക്കൊരു ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് 10 വർഷമായിട്ട് ഗൾഫിലാണല്ലോ. അപ്പോൾ സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്തിട്ടൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞായറാഴ്ചകളിൽ എനിക്ക് അവധിയാണ്. ആ സമയത്ത് ചില ദിവസങ്ങളിൽ ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പണി കൊടുക്കുമ്പോൾ ആ മേഖലയിലോട്ട് പോകണ്ട. കുക്കിംഗ് ഏരിയ പിടിച്ചിട്ട് കാര്യമില്ല, അത് പണി ആവത്തില്ലല്ലോ. അപ്പൊ ചേച്ചി വെറൈറ്റി ആയിട്ട് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? ചേച്ചി ആലോചിച്ചായിരുന്നു എന്ത് കൊടുക്കുന്നത്? ആലോചിച്ചായിരുന്നു. സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞാൽ പകുതി സാധനം ഉണ്ടാവില്ല, മറവി. ഓക്കെ, അതായത് ചേച്ചി ലിസ്റ്റ് കൊടുക്കും, ഓർ പറഞ്ഞു കൊടുക്കുന്നതിനകത്തുനിന്നാണോ? ഓക്കെ, അതിനകത്തുനിന്ന് പകുതി സാധനം എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അങ്ങനെ തന്നെ ആവാം. സാധനങ്ങൾ മേടിക്കാൻ വിടാനായിട്ട് ചേട്ടൻ എങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ വിടാൻ താല്പര്യമാണോ? അതോ എന്താ ചേട്ടൻ മറന്നു പോകുന്നത്? ഓർമ്മ നിൽക്കത്തില്ലായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കും മറന്നു പോകുന്നത്. ചില സമയത്ത് പറയുന്ന സാധനങ്ങൾ മൊത്തം ചിലപ്പോൾ മറന്നു പോകും. വളരെ ടെൻഷനായിട്ട് നടക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി പറഞ്ഞയക്കുക. അപ്പോൾ ചില സമയത്ത് പല സാധനങ്ങളും മറന്നു പോകാറുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അത് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിസ്റ്റോ എന്താ അപ്പൊ പറഞ്ഞു കൊടുക്കുക? എന്താ ചേച്ചി പ്ലാൻ? എന്താ എഴുതി വെച്ചിട്ടുണ്ട്? ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിൽ ലിസ്റ്റ് എടുത്തിട്ട് പോവാ, നമുക്ക് കൊടുത്താലോ? ഇപ്പൊ എടുത്തിട്ട് ലിസ്റ്റ് റെഡി. ചെറിയൊരു ലിസ്റ്റ്, വളരെ ചെറിയൊരു ലിസ്റ്റ്. ലിസ്റ്റ് ഞാൻ വായിച്ചാൽ മതിയോ? അപ്പൊ ഇവർക്ക് ഇത് കൊടുക്കണ്ട? കയ്യിൽ കൊടുക്കണ്ട. ഓക്കെ, ചേച്ചി രണ്ടും കൽപ്പിച്ചാണ്. എത്രത്തോളം മെമ്മറി ഉണ്ടെന്ന് അറിയാം. ചേട്ടാ കേക്ക് കറക്റ്റ് ആയിട്ട് ഇത് കേട്ടോ? എന്നിട്ട് ചേട്ടൻ ഒറ്റയ്ക്കല്ലേ പോവാ? ഫോണെ ഫ്രണ്ട് എന്ന് പറഞ്ഞ പോലെ പണി ഷെയറിംഗ് ആണല്ലേ? ചേച്ചി ഇവിടെ കൂടെ വിടട്ടെ? ഓക്കെ ആണോ? പോയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ ലിസ്റ്റ് വായിക്കാം. ശ്രദ്ധിച്ചിരുന്നു. ചേച്ചി തന്നിരിക്കുന്ന ലിസ്റ്റിൽ 15 ഐറ്റം ആണുള്ളത്. അതിനകത്തുനിന്ന് 15ഉം ഞാനിങ്ങനെ വായിച്ചു വിടാം, ഓർത്ത് വെക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ ഞാൻ. പച്ചമല്ലി 1/2 കിലോ, പെരിഞ്ജീരകം 1/4 കിലോ, ഉലുവ 250, ജീരകം 100, കോൺഫ്ലവർ 1/4 കിലോ, എള്ള് 100, സൺഫ്ലവർ ഓയിൽ 1 പാക്കറ്റ്, പരിപ്പ് 1 പാക്കറ്റ്, മുതിര 1 പാക്കറ്റ്, ചെറുപയർ 1/2 കിലോ, വറ്റൽ മുളക് 1/4 കിലോ, സവാള 1/2 കിലോ, റവ 1/2 കിലോ, മൈദ 1/4 കിലോ,
വെളുത്തുള്ളി 1/4 കിലോ. കഴിഞ്ഞു. ഇതും പറഞ്ഞുകൊണ്ട് എന്നെ വിട്ടാ ഞാൻ ഒന്നും മേടിച്ചോണ്ട് വരത്തില്ല. ഒരു ഫോട്ടോ എടുക്കട്ടെ. അയ്യേ അത് കൊള്ളാലോ. അപ്പോ ഓർത്തിരിക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ പതുക്കെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചോളൂ. നിങ്ങൾ മേടിച്ചങ്ങോട്ട് തീരാറാവുമ്പോഴത്തേക്കും ഞാനും ചേച്ചിയും കൂടെ അങ്ങോട്ട് എത്താം. എന്നിട്ട് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം ഈ പറഞ്ഞ 15 ഐറ്റം കൃത്യമായിട്ട് ഇവര് മേടിച്ചിട്ടുണ്ടോന്ന്. ഓക്കെ, റെഡി അല്ലേ നിങ്ങൾ? അപ്പൊ ശരി, നിങ്ങൾ പൊക്കോ, പറകെ ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. ബൈ. എനിക്കിപ്പോ ആദ്യത്തെ 5 ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥയാ. എനിക്ക് ഫസ്റ്റിലായിട്ട് നല്ല ഓർമ്മയുണ്ട്. 1/2 കിലോ എനിക്ക് അളവാണ് ഓർമ്മയില്ലാത്തത്, ബാക്കിയൊക്കെ ഓർമ്മ. 1/4 കിലോ മറ്റേ വെളുത്തുള്ളി. അത് അമ്മ എപ്പോഴും പറയണതായതുകൊണ്ട്. ഷോപ്പെത്താറായിട്ടാ ആണോ? ഒരു 1/2 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഇവിടെ നിന്നാണ്. വെളുത്തുള്ളി എടുത്തോ ആദ്യം. മല്ലിച്ചപ്പൊട്ടിരിക്കുന്നു. മല്ലിച്ചപ്പല്ല, പച്ചമല്ലി. പച്ചമല്ലി. ആ, പച്ചമല്ലി ഇല്ല. പച്ചമല്ലി ഇല്ലാന്ന്. പച്ചമല്ലി ഇല്ലേ? കഷ്ടമല്ലോ. വെളുത്തുള്ളി ഇല്ലേ വേറെ? ഇവിടെ ഉണ്ട്. ഏതാ കാക്കില്ലാന്നല്ലേ? പോയി തൂക്കിയ പോയിട്ടും അച്ഛാ, പച്ചമല്ലി എത്രയാ? പച്ചമല്ലി 1/2 കിലോ. 1/2 കിലോ. അച്ഛാ, വെളുത്തുള്ളി എത്രയാ? 1/4 കിലോ. 1/4 കിലോ. 1/4 കിലോ ആയിട്ടില്ല, കുറച്ചുകൂടി തരണം. ഇതൊന്ന് തൂക്കി തരുമോ? 1 കിലോ ഉണ്ടാ? റബ എവിടെ ഇരിക്കുന്നത്? എന്തായി? പരിപ്പ് പറഞ്ഞു 1/2 കിലോ. പരിപ്പ് പറഞ്ഞിട്ടാ. സൺഫ്ലവർ ഓയിൽ എടുത്താ? ജീരകം, മൈദ, റവ, ആട്ട പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ എത്ര ആയി? 2, 3, 4, 5, 6, 7, 8, 9 ഉണ്ട്. ഇനി 6 ഐറ്റം കൂടി ഉണ്ട്. വെറുതെ എടുത്തിട്ട് 15 ഐറ്റം തേക്കണ്ടേ? നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയില്ലല്ലോ, കുറേയൊക്കെ മറന്നുപോയി. അയ്യോ, വാഷ് പൗഡർ ഇല്ല. പറഞ്ഞിട്ടില്ല. പച്ചമുളകൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പച്ചമുളക് പറഞ്ഞിട്ട്. ചോന്നുള്ളി പറഞ്ഞിട്ടില്ല. പച്ചമുളകോ? ഇത് തൂക്കി നോക്കി. ഇത് തൂക്കിട്ട് എത്ര പറഞ്ഞത്? 1/4 കിലോ. ഇത് കൊണ്ടോക്കോ. അത് ബാക്കി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. വലിയ കൊടുക്കണം. ഇഞ്ചി പറഞ്ഞല്ലോ, ഓർമ്മ കാണുമ്പോൾ ഓർമ്മ വരുന്നു. പച്ചമുളക് കിട്ടിയില്ല. പച്ചമുളക് എനിക്ക് തോന്നണേ ഒരുവിധം സാധനം അയച്ച് നമുക്ക് അമ്മയുടെ അടുത്ത് പോവാം. നമുക്ക് പച്ചമുളക് എടുത്തിട്ട് പോവാം. ആ, ഓക്കെ. ഇവിടെ ഉണ്ട് പച്ചമുളക്. എത്ര കിലോ പറഞ്ഞത്? 1/4 കിലോ. ഇതൊന്ന് വെയിറ്റ് ചെയ്ത്. ഇഞ്ചി തൂക്കിയിട്ടില്ല. കുറച്ച് പച്ചമുളക് എടുത്തോ. പച്ചമുളക് എടുത്തോ. ഇത് നോക്കിയേ, 1/4 കിലോ ആണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ഒരു ഐറ്റം കൂടിയാ. നെയ്യ് വരണ്ടില്ല, ഒരു നെയ്യ് പറപ്പണം. ഇത് നമ്മൾ 15 ആക്കാൻ വേണ്ടി ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഇട്ടുണ്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല. 6 എണ്ണമായിരിക്കും ശരിയുണ്ടാവും.
വളരെ നല്ലതായിരുന്നില്ലേ? പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. 15 ഐറ്റം ഉണ്ട്. എണ്ണി നോക്കിക്കോളൂ. ചേച്ചി ഞാനും കൂടെ നിന്ന സമയത്തേ ഞങ്ങൾ ഇവിടെ നിങ്ങൾ എന്താ പരിപാടി കാണിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണല്ലോ. അപ്പൊ ചേച്ചി എന്റെ ഇടയ്ക്ക് പറയാം, ചേട്ടൻ എല്ലാം കൃത്യമായിട്ട് എടുക്കുമായിരിക്കും കണക്ക്. കാരണം ചേട്ടൻ അക്കൗണ്ടന്റ് ആയിരുന്നു, അതുകൊണ്ട് കണക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. ആണോ ചേട്ടാ? കണക്കിൽ കൃത്യമായിരിക്കും, പക്ഷെ ഐറ്റംസ് നോക്കിയാൽ മതി. ഐറ്റം നോക്കിയാൽ മതി. ചേച്ചി നോക്കിക്കോ, ഞാൻ വായിക്കാമേ. പച്ചമല്ലി 1 കിലോ ഉണ്ടോ നോക്ക്. പെരിഞ്ചീരകം 1/4 കിലോ. ഓ, ഇത് ജീരകമാണല്ലോ മതി. ജീരകല്ലേ? പെരിഞ്ചീരകമായിരുന്നു പറഞ്ഞത്. ഇതെന്താ ചേച്ചി എടുത്തത്? ജീരകം ഉണ്ടോ തോന്നുന്നത് അതില്. ജീരകം തന്നെയാണ്. ജീരകം എഴുതിയിട്ടുണ്ട്. ഈ പെരിഞ്ചീരകം നോക്കി. പെരിഞ്ജീരകം എടുത്തിട്ടില്ല. പെരിഞ്ചീരകം എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ 15 ഐറ്റം അപ്പൊ വേറെ ഏതാണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. അടുത്തത് വായിക്കാൻ ചേച്ചി ഉലുവ 250 ഉണ്ടോ നോക്കി ചേച്ചി. ഉലുവ എടുത്തില്ല. ഉലുവ എന്തായാലും ഇല്ല കേട്ടോ. ഉലുവ ഇല്ല. കോൺഫ്ലവർ 1/4 കിലോ. കോൺഫ്ലവർ 1/4 കിലോ അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. എള്ള് 100. എള്ള് എടുത്തിട്ടില്ല. സൺഫ്ലവർ ഓയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരു പാക്കറ്റ് സൺഫ്ലവർ ഓയിൽ ഉണ്ട്. പരിപ്പ് 1 പാക്കറ്റ് ഉണ്ടോ? പരിപ്പുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് കേസ് ഇത്രയ്ക്ക് ഓർത്തിരിക്കുന്നത് എനിക്കൊരു ഓർമ്മയില്ല. ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ. മുതിര 1 പാക്കറ്റ് ഉണ്ടോ നോക്കി. മുതിരയില്ല. ചെറുപയർ വറ്റൽമുളക് 1/4 കിലോ. 1/4 കിലോ അല്ല, അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. സവാള 1/2 കിലോ. 1/2 കിലോ അമ്മ പറഞ്ഞത്. അമ്മ കിലോ ഉണ്ട്. കുറച്ച് കൂടുതൽ. റവ ഓക്കെ, ചെറിയ പാക്കറ്റ് ആയിരുന്നു. മൈദ 1/4 കിലോ. ഇത് കോൺഫ്ലവർ എടുത്തിരിക്കുന്നത്. മൈദ എടുത്തില്ല. ഇതാണ് മൈദ. അപ്പൊ കോൺഫ്ലവർ എടുത്തിട്ടില്ല. ചേച്ചിക്ക് അറിയത്തില്ല. കോൺഫ്ലവർ എന്ന് പറഞ്ഞപ്പോ ചേച്ചി മൈദ എടുത്തത്. ദെൻ വെളുത്തുള്ളി. ഇത്രേ ഉള്ളായിരുന്നു ഗൈസ് ഐറ്റത്തിനകത്തുള്ളത്. ഇനി ഇവര് വേറെ എക്സ്ട്രാ എന്തൊക്കെ എടുത്തേക്കുന്നത് നമുക്ക് നോക്കാം. ചെറിയ ഉള്ളി എടുത്തില്ലേ? ചെറിയ ഉള്ളി ഞാൻ പറഞ്ഞതാണ് ഇതില്ല. പച്ചമുളകൊക്കെ എവിടുന്ന് കിട്ടിയതാ? വറ്റൽമുളകായിരുന്നു, പച്ചമുളക് ഉണ്ടായിരുന്നില്ല. പച്ചമുളക് എടുത്ത സ്ഥിതിക്ക് ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ എടുക്കാറ്. ആ വെളുത്തുള്ളി ഓൾറെഡി എടുത്തു. ഇതെന്തിനായിരുന്നു? അതെപ്പോഴും പറയാറുണ്ടല്ലോ അമ്മ. ലിസ്റ്റിന്റെ 7 അയലത്ത് പോലും വരാത്ത സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ എനിക്ക് അശ്വതി നേരത്തെ പറഞ്ഞ സാധനം എനിക്ക് ഇപ്പൊ കൃത്യമാണെന്ന് മനസ്സിലായി. കാരണം എന്താണെന്നറിയോ, 15 ഐറ്റം നമ്മൾ കൊടുത്തു വിട്ടതിനകത്ത് 10 എണ്ണം നിങ്ങൾ കൃത്യമായിട്ട് എടുത്ത് ബാക്കി 5 എണ്ണം അവർ വായി തോന്നുന്ന വേറെ എന്തൊക്കെ എടുത്തിട്ട് വന്നു. നിങ്ങൾ തമ്മിലുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നല്ലോ അവിടെ വെച്ചിട്ട്. 5 എണ്ണം അച്ഛൻ ഓർത്തു, 5 എണ്ണം ഞാൻ ഓർക്കാം. നമ്മൾ കോപ്പി അടിക്കാൻ പോകുന്ന പോലെ. അപ്പൊ അമ്മയും കൂടെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ 15 മതിയായിരുന്നില്ലേ? അപ്പൊ എന്തായാലും ഈ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റിൽ ചേച്ചി നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ ഇവർക്ക്? പിന്നെ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടതല്ലേ. അപ്പൊ നമുക്ക് ചേച്ചിയുടെ വകയായിട്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തന്നാലോ? ഓക്കെ. അപ്പൊ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ എടുത്ത് ഇത്രയും ഐറ്റം നിങ്ങൾക്ക് തരാം. പ്ലസ് നമ്മുടെ ഈ IFA സൂപ്പർ മാർക്കറ്റിന്റെ വക 1000 റുപ്പീസിന്റെ ഒരു ഗിഫ്റ്റ് കൂപ്പണും കൂടെ തരാം പർച്ചേസ് ചെയ്യാനുള്ളത്. എങ്ങനെ ഉണ്ടാവും? പക്ഷെ ഇത് വെറുതെ തരത്തില്ല. തരുന്നതിന് മുമ്പ് ചെറിയൊരു ക്ലോസ് അതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു ഗെയിം സെഷൻ ഉണ്ട്. അത് ഞാനും ചേച്ചിയും കൂടെ കളിക്കും. അതിൽ ചേച്ചി ജയിച്ചു കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ ഇത്രയും ഐറ്റം പ്ലസ് IFAയുടെ ഗിഫ്റ്റ് കൂപ്പൺ. ഓക്കെ, ചേച്ചി റെഡി അല്ലേ? ചേച്ചി കണ്ണു തുടക്കുന്നു. വേണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ഇത് ഞാനായിട്ട് കൊണ്ടുവന്ന പരിപാടിയായി പോയി. ഓക്കെ, അപ്പം എനിവേസ് എന്തായാലും ഇനിയിപ്പം അടുത്തതായിട്ട് ഒരു ഗെയിം സെഷൻ ആണ് ഞാനും ചേച്ചിയും കൂടെ ഉള്ളത്. അപ്പോൾ ഗെയിമിന് വേണ്ടി നമുക്ക് പ്രോപ്പർട്ടീസ് ഒക്കെ സെറ്റ് ചെയ്യണം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വീട്ടിൽ പോകണം ആദ്യം. അപ്പോൾ ഞങ്ങൾ ആദ്യം വീട്ടിൽ പോയിട്ട് ഗെയിമിന് വേണ്ടിയുള്ള സെഷൻസ് പ്രോപ്പർട്ടീസും ഒക്കെ സെറ്റ് ചെയ്യട്ടെ. ഞാനും ചേച്ചിയും തമ്മിലുള്ള ഗെയിം സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഇത് എന്താ പറയുക, ഈ ഗെയിം കളിച്ച് ചേച്ചി വിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചേച്ചിക്ക് സമ്മാനമായിട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പർച്ചേസ് ചെയ്ത ഐറ്റംസ് ഉണ്ട് IFA സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അത് പ്ലസ് IFAയുടെ 1000 റുപ്പീസിന്റെ ഗിഫ്റ്റ് കൂപ്പണാണ് ഞങ്ങൾ തരാൻ പോകുന്നത്. അപ്പോൾ ചേച്ചി റെഡിയാണോ? ഗെയിം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നേരത്തെ ഒന്നും ആക്കില്ല. അതെ, ചേട്ടന് പണിക്ക് വിളിച്ചിട്ട് ചേച്ചിക്കാണ് അവസാനം എല്ലാം. അതായത് ചേട്ടൻ പർച്ചേസ് ചെയ്ത സാധനം പ്ലസ് ഇത് എല്ലാം കൂടെ പണി ചേച്ചിക്ക്. സാരല്ല ചേച്ചി, ചിൽ. നമുക്ക് എന്തായാലും ഗെയിം കളിക്കാം. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 ഗെയിം കാർഡ്സ് ഉണ്ട്. ഈ കാർഡ്സിനകത്തുനിന്ന് ചേച്ചി ഒരു കാർഡ് ചൂസ് ചെയ്യുന്നു. ആ ഗെയിമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കളിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഏത് വേണം ഇതിനകത്തുനിന്ന് ചേച്ചി ചൂസ് ചെയ്ത്? ഇച്ചിരി എളുപ്പമുള്ള ഏതെങ്കിലും ഒരു ചേച്ചി. ചേച്ചിയുടെ അടുത്ത് നിൽക്കുന്ന തന്നെ എടുത്തു. ഓക്കെ, ഇതാണ് ഈ ഗെയിമാണ് ചേച്ചി ചൂസ് ചെയ്തിരിക്കുന്നത്.
2 കളർ ബോൾസും പ്ലേറ്റ്സും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ ഞാനത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഞാനിങ്ങനെ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്താൽ ചിലപ്പോൾ മനസ്സിലാവത്തില്ലായിരിക്കും. നമ്മളുടെ പ്രോപ്പർട്ടീസ് ഒക്കെ വന്നതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഗെയിമിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി ഗെയിം കാർഡിൽ ചൂസ് ചെയ്ത ഗെയിമായത് ഓക്കെ വന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. 2 പാത്രത്തിനകത്ത് 2 തരത്തിലുള്ള 2 കളറിലുള്ള ബോളുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പം ലാസ്റ്റ് ഓറഞ്ച് ബോൾ അല്ല ഇവിടെയും വരണം, വൈറ്റ് അല്ല ഇവിടെയും വരണം. പക്ഷെ ഇത് ഇങ്ങനെ ഇട്ട് ഇത് ഇങ്ങനല്ല, അറ്റ് എ ടൈം അങ്ങോട്ട് പാസ് ചെയ്യണം. ഓക്കെ ചേച്ചി, എന്ത് ഇത്ര ടെൻഷൻ അടിച്ചിരിക്കുന്നത് ചേച്ചി? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പം ഇതിനകത്തുനിന്ന് വിന്നറിനെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി ഇത് ചെയ്യുന്ന സമയത്ത് എന്റെ കൈ ടൈമർ ഉണ്ട്. ഞാൻ ടൈമറിനകത്ത് ടൈം നോക്കും. അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന സമയത്ത് ടൈമർ ഞാൻ ചേച്ചിയുടെ കൈ തരാം, ചേച്ചിയും ടൈമർ നോക്കും. നമ്മൾ ആ ടൈം കമ്പയർ ചെയ്തിട്ട് ഏറ്റവും വേഗം ഫിനിഷ് ചെയ്ത ആളാരാണോ അയാളാണ് വിൻ ചെയ്യുക. ഓക്കെ, മനസ്സിലായില്ലേ? സോ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ആര് കളിക്കും? ചേച്ചി കളിക്കുന്നോ? ആരാച്ച കളിക്കാം? എനിക്ക് ശരി, ആദ്യം ചേച്ചി കളിക്കട്ടെ. അപ്പൊ ഞാൻ ടൈമർ നോക്കാം. അപ്പൊ അതിന് മുമ്പ് നമുക്ക് എന്തോ കളിച്ചോ? ശരി, എങ്കിൽ ഞാൻ കളിക്കാം, കുഴപ്പമില്ല. ഇത് വലിയ പ്രശ്നമില്ലാത്ത കാരണം എന്ന് വെച്ചാൽ ഞാൻ വേറെ ആയാസപ്പെടണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ എങ്കിൽ ഞാൻ ആദ്യം കളിക്കാം. ചേച്ചിയുടെ ഞാൻ ടൈമർ തരാം, ചേച്ചി ടൈമർ നോക്കണം. പക്ഷേ ബിഫോർ ദാറ്റ് അതിന് മുമ്പ് നമുക്കിവിടെ ഒരു ബസർ ഉണ്ട്. ബസർ അടിച്ചു കഴിയുമ്പോഴാണ് ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൈമർ ഇതാ ചേച്ചിയുടെ തരാണ്. ഞാൻ കളിക്കുന്ന സമയത്ത് ചേച്ചി സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇത് തീരുമ്പോൾ സ്റ്റോപ്പ് അടിക്കുക, ടൈം നോക്കുക. ആൻഡ് നമുക്ക് തിരിച്ച് നെക്സ്റ്റ് ചേച്ചിയുടെ ടേൺ. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഫിനിഷ് ചെയ്തിരിക്കുന്നത് 53 സെക്കൻഡ്സിലാണ്, 53 സെക്കൻഡിലാണ് ഫിനിഷ് ചെയ്തത്. നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ എളുപ്പമായിരിക്കും. പക്ഷെ നമ്മളിത് ചെയ്ത് വരുമ്പോഴേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഏത് ബോൾ എപ്പുറത്തോട്ടാണ് ഇടുന്നത്, ഏതാ ഇവിടോട്ട് വരേണ്ടതെന്നാവും. കണ്ണിനാകെ ഒരു കളർ ബ്ലൈൻഡ്നെസ് വന്നതുപോലെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ, ഏത് ബോളിൽ ഏതാണ് വരേണ്ടതെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ എനിവേസ് എന്തായാലും ഇനി അടുത്ത ചേച്ചിയുടെ ടേൺ ആണ്. സോ ബസർ അടിക്കും. അതിനു മുമ്പ് ഞാൻ നമ്മളുടെ ടൈമറൊക്കെ ഞാനൊന്ന് റീസെറ്റ് ചെയ്യട്ടെ. അറ്റ് എ ടൈം ചേച്ചി 2 കയ്യിലും, ഒരു കയ്യിൽ വൈറ്റും എടുത്ത് മറ്റേ കയ്യിൽ ഓറഞ്ചും എടുത്തിട്ട് ഇടും. ഒന്നിച്ച് ചെയ്യേ. ചേച്ചി ഗെയിം ഫിനിഷ് ചെയ്തിരിക്കുന്നു. ചേച്ചി ഫിനിഷ് ചെയ്ത ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ് വരുന്നത്. ഞാൻ 53 സെക്കൻഡ്സ് ആയിരുന്നു. അപ്പോൾ ചെറിയ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ചേച്ചിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സമ്മാനം തരാൻ പറ്റത്തില്ല. പക്ഷേ കുറച്ചധികം സമ്മാനങ്ങൾ നമ്മൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നിട്ടേ ഞങ്ങൾ പോവുള്ളൂ. പക്ഷേ ഗെയിം കളിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി ആ ഒരു എക്സ്പീരിയൻസ്? അത് കാണുമ്പോൾ ഒരു എളുപ്പം തോന്നുന്നു, ചെയ്യുമ്പോൾ കുറച്ചൊരു ഇതാണ്. കുറച്ച് കഴിഞ്ഞ് കണ്ണിലൊക്കെ ഇങ്ങനെ ഇരുട്ട് കയറുന്ന പോലെ. കളർ ഏതിനകത്തോട്ടാണ് ഇടേണ്ടതെന്നുള്ളത് നമുക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ. ഫസ്റ്റ് സുഖ
ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും ഏത് കളർ ഇടേണ്ടത് അല്ലേ? സെയിം സാധനം അല്ലായിരുന്നു വന്നത്. ഓക്കെ, അപ്പൊ ചേച്ചി ഒരു ഇച്ചിരി കൂടെ സ്പീഡിന് ചെയ്യായിരുന്നു. ചേച്ചി ഇച്ചിരി പതുക്കെ വന്നത് കാരണമാണ് അത് ആ ഒരു ചെറിയൊരു വ്യത്യാസം നമ്മൾ തമ്മിലുള്ളൂ. ഇച്ചിരി സ്പീഡിന് ചെയ്യാൻ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സ്പെഷ്യൽ ഗിഫ്റ്റ്സ് ഞങ്ങൾ തന്നിട്ടേ പോവുള്ളൂ. സോ ചേച്ചി വീട്ടിലുള്ള ബാക്കി മെമ്പേഴ്സിനെയും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ ആയിട്ട് ഞാൻ ഗിഫ്റ്റ് തന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവാം. ഓക്കെ, സോ നമുക്ക് അവരെയും കൂടെ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഞാനും ചേച്ചിയും തമ്മിലുള്ള ഗെയിം സെഷന് ശേഷം നമ്മൾ എല്ലാവരെയും കൂടെ വിളിച്ചേക്കുകയാണ് ഞങ്ങളുടെ കുറച്ച് അധികം ഗിഫ്റ്റ്സ് നിങ്ങൾക്ക് തരാനായിട്ട്. സോ കണ്ടിട്ടുണ്ടായിരുന്നോ ഞങ്ങളുടെ ഗെയിം? പിന്നെ അവിടെ നിന്ന് കണ്ടത് മാത്രമല്ല കേട്ടോ, ഞാൻ ഇങ്ങനെ ഇട കണ്ടിട്ട് നോക്കിയപ്പോൾ അശ്വതി അവിടെ നിന്ന് ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്മ അങ്ങനെ ചെയ്യും, അമ്മ ഇങ്ങനെ ചെയ്യുന്നൊക്കെ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ടെൻഷൻ അശ്വതിക്കായിരുന്നു തോന്നുന്നു. അശ്വതിക്ക് ജയിക്കണം എന്നുണ്ടായിരുന്നു. ചെറിയ വ്യത്യാസമുള്ളായിരുന്നു ഞങ്ങൾ തമ്മിൽ. പുള്ളിക്കാരി 1 മിനിറ്റിൽ ഫിനിഷ് ചെയ്തു, ഞാൻ 53 സെക്കൻഡ്സ്. ആ ഒരു ചെറിയൊരു ഗ്യാപ്പേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഗെയിം സെഷൻ? ചേട്ടന്റെ സൂപ്പർ മാർക്കറ്റ് എപ്പിസോഡും വളരെ നന്നായിരുന്നു. അപ്പൊ ഹായ് അമ്മ. നേരത്തെ സംസാരിച്ചപ്പോൾ അമ്മയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമസ്കാരം അമ്മ, എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ വന്നിട്ട് ഇന്നത്തെ ദിവസം? വളരെ സന്തോഷമായി. ഓക്കെ, അപ്പൊ അശ്വതി പാട്ട് പാടും എന്നോട് പറഞ്ഞായിരുന്നു. പാട്ട് മാത്രമല്ല, അശ്വതി ഡാൻസ് കളിക്കും. പിന്നെ എന്തൊക്കെയാ ചെയ്യുന്നത്? ഫിലിം ചെയ്തിട്ടുണ്ട് മുമ്പ് പഠിക്കുമ്പോൾ. ഓ ഓക്കെ, ഏത് മൂവിയാ മോളെ ചെയ്തത്? ലവ്ഫുള്ളി യുവേഴ്സ് വേദ എന്ന് പറഞ്ഞ സിനിമ. ഓക്കെ, അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സകല കലകല വലഭയല്ലേ നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞ പോലെ ആങ്കറിംഗും ചെയ്തിട്ടുണ്ട്, ചാനൽസിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പം എന്തുകൊണ്ട് എന്റെ ഒരു കോമ്പറ്റീഷൻ ആണല്ലോ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അശ്വതി പാട്ട് പാടില്ലേ ഞങ്ങൾക്ക് വേണ്ടി? പാട്ട് പാടാം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ആദ്യം ഞാൻ ഈ ഗിഫ്റ്റ്സ് ഒക്കെ അങ്ങോട്ട് തന്നിട്ട് ലാസ്റ്റ് നമുക്കൊരു പാട്ടോട് കൂടി അങ്ങോട്ട് എൻഡ് ചെയ്യാം. ഓക്കെ, മൈ ചോയ്സ് പുട്ട്, 4 ആൾ അറിയുന്ന പുട്ട്, ഇനി സ്പൈസസ്. മൈ ചോയ്സിന്റെ അടിപൊളി ഒരു സമ്മാനം. ഗ്ലോ ഓവർ നൈറ്റ് വിത്ത് സാഫ്രൺ ആൻഡ് കോക്കനട്ട് ഓയിൽ, ഗ്ലാമി നൈറ്റ് ക്രീം. കാലങ്ങൾ എത്ര മാറിയാലും ഒട്ടും മാറാതെ കേരള തനിമയോടും ശുദ്ധതയോടും കൂടി ലെസ് സോൾട്ടഡ്, പ്രിസർവേറ്റീവ്സ് ഒട്ടും ആഡ് ചെയ്യാത്ത അച്ചാർ, രുചിഭരണി അച്ചാർ. ഇതാ രുചിഭരണിയുടെ നല്ല അടിപൊളി ഒരു അച്ചാറാണ്. ഓക്കെ, അപ്പൊ എനിവേസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അശ്വതിയുടെ ഒരു പാട്ടോട് കൂടി നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ആൻഡ് അടുത്ത മറ്റൊരു പുതിയ എപ്പിസോഡുമായി മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസിൽ നമുക്ക് വീണ്ടും കാണാൻ. ബൈ. ഒരു ബൈ പറഞ്ഞു നമ്മുടെ ഓഡിയൻസിനോട്. न तेरा बिना लगदा जी, मैं तनो समझावांगी, न तेरा बिना लगदा जी, तू की जाने प्यार मेरा, मैं करो इंतजार आर तेरा, क्यों दिल तू यूं जानू मेरी, जानू मेरी, जानू मेरी।